നോമ്പുകാലം 4-ാം ഞായറാഴ്ച പ്രകാശത്തിന്റെ തീർത്ഥാടനം. നോമ്പുകാലത്തിന്റെ പകുതി പിന്നിടുമ്പോൾ സഭ നമുക്ക് സന്തോഷത്തിന്റെ ഒരു സന്ദേശം നൽകുന്നു. കുരിശിന്റെ വഴിയിൽ തളരാതിരിക്കാനും ഉത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് നോക്കാനും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1. അന്ധതയിൽ നിന്നുള്ള വിമോചനം. ഈ ഞായറാഴ്ചയിലെ സുവിശേഷം പലപ്പോഴും ജന്മനാ അന്ധനായ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ശാരീരികമായ അന്ധതയേക്കാൾ ഭീകരമാണ് ആത്മീയമായ അന്ധത. നമ്മുടെ സ്വാർത്ഥത, മുൻവിധികൾ, പാപങ്ങൾ എന്നിവയാൽ നമ്മുടെ ആത്മീയ നേത്രങ്ങൾ മങ്ങിപ്പോകാറുണ്ട്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ഈ ദിവസം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 2. ദൈവത്തിന്റെ കരുണയുടെ ആഴം. ദൈവം നമ്മെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല, മറിച്ച് സ്നേഹിക്കാനും സൗഖ്യപ്പെടുത്താനും ആഗ്രഹിക്കുന്നവനാണ്. ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഞായറാഴ്ചയുടെ ഹൃദയമാണ്. നമ്മുടെ കുറവുകളിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കടന്നു വരാൻ നാം അനുവദിക്കണം. 3. സന്തോഷത്തിന്റെ കാരണം. നാം ചെയ്യുന്ന ഉപവാസവും പ്രായശ്ചിത്തവും നമ്മെ ദുഃഖിപ്പിക്കാനല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കാനാണ്. ഈശോയോടൊപ്പമുള്ള യാത്ര പീഡാനുഭവങ്ങളിൽ അവസാനിക്കുന്നില്ല, അത് മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്കാണ് നീങ്ങുന്നത്. ആ പ്രത്യാശയാണ് നമ്മുടെ സന്തോഷം. മുമ്പ് നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇപ്പോഴാകട്ടെ കർത്താവിൽ പ്രകാശമാണ്. പ്രകാശത്തിന്റെ മക്കളെ പോലെ വ്യാപരിക്കുവിൻ. ജീവിതത്തിൽ പകർത്താൻ. ആത്മശോധന. എന്റെ ജീവിതത്തിൽ ഈശോയുടെ പ്രകാശം കടന്നു ചെല്ലാത്ത ഇരുളടഞ്ഞ ഭാഗങ്ങൾ, വിദ്വേഷം, അസൂയ, അശുദ്ധി ഉണ്ടോ എന്ന് ചിന്തിക്കാം. കാരുണ്യം. അന്ധകാരത്തിൽ കഴിയുന്നവർക്കോ നിരാശയിലായവർക്കോ പ്രത്യാശയുടെ ഒരു വാക്ക് നൽകാൻ ഇന്ന് ശ്രമിക്കാം. പ്രകാശത്തിന്റെ ഉറവിടമായ ദൈവത്തോടുള്ള പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, നോമ്പുകാലത്തിന്റെ ഈ 4-ാം ഞായറാഴ്ച പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും പ്രകാശവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രകാശം ചൊരിയണമേ. നാഥ, ജന്മനാ അന്ധനായ മനുഷ്യന്റെ കണ്ണുകൾ തുറന്നതുപോലെ ഞങ്ങളുടെ ആത്മീയ അന്ധതയും നീക്കിത്തരണമേ. ഞങ്ങളുടെ ഉള്ളിലെ അസൂയ, സ്വാർത്ഥത, ക്ഷമയില്ലായ്മ എന്നീ ഇരുളുകളെ അങ്ങയുടെ കൃപയാൽ ദൂരീകരിക്കണമേ. പലപ്പോഴും പാപത്തിന്റെ അന്ധകാരത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളെ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പാതയിലേക്ക് നയിക്കണമേ. ദൈവമേ, അങ്ങ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവല്ലോ. ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും വെറും ചടങ്ങുകളായി മാറാതെ ഹൃദയത്തിന്റെ മാറ്റമായി മാറട്ടെ. ക്രിസ്തുവിന്റെ കുരിശിലെ ബലി വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയോർത്ത് സന്തോഷിക്കാനും ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശ്വാസത്തിന്റെ പ്രകാശത്തിൽ നടന്ന അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഞങ്ങൾ ക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാനും ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഒരുങ്ങാനും ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമാണ്. ആമേൻ.